10,400 തടവുകാർ കേരളത്തിലുണ്ട്. അതിൽ 3,300 തടവുകാർ പ്രിവെന്റീവ് ഡിറ്റൻഷനാണ്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിൽ അടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കേസ് കോടതി കേൾക്കുന്നവരെ ജയിലിൽ സൂക്ഷിക്കുന്നവരാണ്. അവര് ഈ വേതന വ്യവസ്ഥയിൽ വരുന്നില്ല. 2, സിമ്പിൾ ഇംപ്രസൺമെന്റ് ഉള്ള ആളുകൾ വരുന്നില്ല. അപ്പോൾ 10,400 തടവുകാരുള്ളതിൽ 3,800 മാക്സിമം പേർക്ക് ഈ കൂലി വർധനവ് നടപ്പാവുന്നത്. അതുകൊണ്ട് ജയിലിൽ കയറിയ ഉടനെ ഇത് കിട്ടും എന്നുള്ള സ്വപ്ന ശരിയല്ല. 2, ഈ ജയിൽ തടവുകാർക്ക് കിട്ടുന്ന കൂലി സുപ്രീം കോടതിയുടെ വിധി പ്രകാരം 30% വിക്ടിമിന് കൊടുക്കണം. അതായത് ഇവൻ കൊല്ലുകയോ മറ്റെന്തെങ്കിലും ചെയ്താൽ കോടതി ഒരു വിക്ടിമിന് ഒരു കോമ്പൻസേഷൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവൻ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രയും തടവ് ശിക്ഷ കൂടെ അവൻ ജയിലിൽ കിടക്കണം. അപ്പോൾ സുപ്രീം കോടതി വിധി പ്രകാരം 30% ബന്ധുക്കൾക്ക് ഈ വിക്ടിമിന് കൊടുക്കാൻ വേണ്ടി ഈ വർദ്ധിപ്പിച്ച തുകയിൽ നിന്ന് 30% അങ്ങ് പോകും. അത് ആ തടവുകാരന് കിട്ടുന്നില്ല. അപ്പൊ ജയിലിലെ തടവുകാര് ഇത്രയും കൂലി വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അവർക്ക് വലിയ തുക കിട്ടും എന്നുള്ളത് ശരിയല്ല. നേരത്തെ പറഞ്ഞാൽ 30% വിക്ടിമിന് പോകും, 50% വീട്ടിലേക്ക് പോകും, പിന്നെ 20% ജയിലിലെ ചെലവിനേ ഉള്ളൂ.